മറ്റുള്ളവരുടെ ക്രിറ്റിസിസം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ആളുകളുടെ അപ്രീസിയേഷൻ, പുകഴ്ച വേറൊരു ഭാഗത്ത്. ഇത് രണ്ടിനെയും നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയില്ല എങ്കിൽ ഇത് രണ്ടും നമ്മളെ തകർക്കും. ഒരു ഭാഗത്ത് ക്രിറ്റിസിസത്തിന് ആളുകൾ ഉണ്ടാകും, പക്ഷേ ക്രിറ്റിസിസത്തെ ഈ ഉയർത്തുന്നത് പോലെ പ്രിയരെ നാം കരുതരുത്. ശ്രദ്ധിച്ചേ, നാം ചിന്തിക്കും ഉയർത്തുന്നത് നല്ലതാണെന്ന്, ക്രിറ്റിസിസം കൊള്ളത്തില്ലെന്ന്. പക്ഷെ നിങ്ങളെ കുറ്റം പറയാൻ ഒരു 10 പേരുണ്ടെങ്കിലേ നിങ്ങൾ കുറച്ചും കൂടി മൂർച്ചയുള്ളതായി തീരത്തുള്ളൂ, കുറച്ചും കൂടി ഫലം പുറപ്പെടുന്നതായി തീരത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ആരെങ്കിലും കുറ്റം പറയുമ്പോ, അയ്യോ വലിയ കൊടുങ്കാറ്റ് എനിക്ക് നേരെ വരുന്നു, ബ്രദർ ശ്രദ്ധിച്ചോളണം, വലിയ കൊടുങ്കാറ്റ് വരുന്നു. എന്നാൽ ആ ബ്രദർ ദൈവത്തിന്റെ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെങ്കിൽ ആ ബ്രദർ പറയും, കൊടുങ്കാറ്റ് വരുന്നു, നല്ല കാര്യ, എന്റെ അപ്പൻ കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്ന് എന്നെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന, എന്റെ അപ്പനെ ഉപമിച്ചിരിക്കുന്ന രണ്ട് മൃഗങ്ങൾ, ഒന്ന് സിംഹമുഖം, ഒന്ന് കഴുകുമുഖം. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? അത് ഏറ്റവും ഉയരത്തിൽ പറക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. ആ കൊടുമുടിക്ക് മുകളിലൂടെ പറക്കാൻ കഴിയാവുന്ന ഒരേ ഒരു പക്ഷിയേ ഉള്ളൂ, അവനാണ് കഴുക്. എന്നെ കഴുകനോടാ ദൈവം ഉപമിച്ചിരിക്കുന്നത്. കഴുകൻ കൊടുങ്കാറ്റ് കണ്ട് പേടിക്കത്തില്ല, പകരം കൊടുങ്കാറ്റ് വരുമ്പോൾ കഴുകൻ കൊടുങ്കാറ്റിനെ ഉപയോഗിക്കുക. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇത്രയും നാൾ ഞാൻ പറന്നു, എന്നാൽ കൊടുങ്കാറ്റ് നീ അവിടെ ഉണ്ടോ? ഇതാ ഞാൻ നിന്നിലേക്ക് ഇടിച്ചു കയറുകയാ. എന്തിനാണെന്നറിയാമോ? ഇന്നു മുതൽ എനിക്ക് പറക്കേണ്ട, പകരം കൊടുങ്കാറ്റ് എന്നെ കൊണ്ടുപോയിക്കൊള്ളു. ഞാൻ ഇതാ എന്റെ ചിറക് വിഴിച്ചു നിൽക്കും. കൊടുങ്കാറ്റ് എന്നെ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക്, താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഈ കൊടുങ്കാറ്റ് എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ക്രിറ്റിസിസത്തെ നിങ്ങൾ ഭയപ്പെടരുത്, എതിർപ്പുകളെ നിങ്ങൾ ഭയപ്പെടരുത്. ശക്തമായി മുന്നേറുക. എന്റെ യേശുവിന് വേണ്ടി, നമ്മുടെ യേശുവിന് വേണ്ടി മുന്നേറുക. ഹല്ലേലൂയ. എതിർപ്പുകളെ ഭയപ്പെടരുത്. അത് നമ്മളെ സഹായിക്കും, അത് നമ്മളെ സഹായിക്കും. ലോകപ്രകാരം ചിന്തിക്കുന്നവൻ ചിന്തിക്കുക, ഓ ഇവനെതിരെ എതിർപ്പ് പറഞ്ഞാൽ ഇവൻ വീഴുമെന്ന്. ആ ചിന്ത വെറുതെയാ. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കടന്നുപോയ പ്രയാസമാണ് നിങ്ങൾ അറിയപ്പെടുവാൻ ഇടയാകുന്നത്. യേശുക്രിസ്തു കടന്നുപോയ ക്രൂശാണ് യേശുക്രിസ്തു അറിയപ്പെടാൻ ഇടയായത്. ദാവീദ് ഗോലിയാത്തിനെ തകർത്തതാണ് ദാവീദ് അറിയപ്പെടാൻ ഇടയായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞെ, പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും നിന്റെ മുൻപിലുള്ളപ്പോൾ നീ തളരരുത്, തകരരുത്. അതിന് നിന്നെ തകർക്കാനല്ല, അതിന് നിന്നെ ഉയർത്താനാ അത് വന്നിരിക്കുന്നത്.